അച്ഛനെന്താ പണ്ടത്തെ പോലെ മിമിക്രി എടുക്കാത്ത? കൊറേ നാളായില്ല ലാലിന്റെയോ മുഖ്യമന്ത്രിന്റെ എല്ലാം സൗണ്ട് എടുത്തിട്ട്. അതെയാ? എന്നാ പിന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്യാം, നമ്മള് ലാലില്ലേ, ലാലിന്റെ സൗണ്ട് എടുക്കാം. ഈ റോഡ് കട്ടാത്ത പോലെ ഈ റോഡ് വൃത്തിയാക്കി കഴിഞ്ഞാൽ മോനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ നടന്നു പോതിയല്ലേ, അവിടെ നമുക്കിതൊന്ന് കുറച്ച് വൃത്തിയാക്കാം കേട്ടോ. ഇനി എന്നാ മുഖ്യമന്ത്രിന്റെ എടുക്കുക? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. റോഡ് വൃത്തിയായിട്ട് ഇരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമല്ല, നാട്ടുകാരുടെയും കൂടെയും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ നാട് തന്നെ നന്നാവും. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൻ്റെ അടുക്ക ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് നാടിന് നല്ലൊരു കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ റോഡ് വൃത്തിയായിരിക്കും. എന്റെ ഭരണകാലത്ത് എല്ലാ റോഡും ഇത് മുൻ മുഖ്യമന്ത്രിന്റെയാ? അതാണ് അച്ഛൻ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ റോഡുകൾ നന്നായിട്ടിരിക്കട്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് പോവാതെ നല്ല റോഡായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ചാറത്താൽ കുറച്ച് റോഡൊന്ന് വൃത്തിയാക്കട്ടെ. വേറെ ആരെങ്കിലും എടുക്കുക? ഏതാ നമ്മുടെ മരിച്ചുപോയ ജയന്റെ സൗണ്ട് എടുത്താലോ? ഈ കാടുകളെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കണ്ടിരുന്നെങ്കിൽ ഓണം അത് വരാൻ വേണ്ടി പോകുന്നത് ഈ ഓണത്തിന് മാവേലി വരുമ്പോൾ നമ്മുടെ റോഡും നമ്മുടെ വഴികളും വൃത്തിയാക്കി കണ്ടാൽ അതിൻ്റെ സന്തോഷം മാവേലിക്കല്ല, ഇവിടെയുള്ള നാട്ടുകാർക്കാണ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എന്നോട് കൂടെ ചേർന്ന് ഇതുപോലെ സഹകരിച്ചു കഴിഞ്ഞാൽ എല്ലാ റോഡുകളും വൃത്തിയാകും. അവരവരുടെ വീട്ടിൻ്റെ അടുക്ക അവരവർ തന്നെ വൃത്തിയാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ആ നാട്ടിൽ തന്നെ ഐശ്വര്യമാകും. വളരെ വിഹിതമായി പറയുകയാണെങ്കിൽ എല്ലാ റോഡുകളും